പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് അറിയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പക്ഷേ ഒരാളെ പാർട്ടിക്കകത്തേക്ക് ചർച്ച നടത്തുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടം വന്നാൽ എനിക്ക് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനുമായി സംസാരിക്കാം, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീമാൻ വി മുരളീധരനുമായി സംസാരിക്കാം. എനിക്ക് അവിടെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ സഹായം വേണമെങ്കിൽ ആ സഹായവും ഏറ്റുവാങ്ങാം. ഈ പ്രവർത്തനം അത് മുന്നോട്ട് പോകും. ഇനി പുതിയൊരു കമ്മിറ്റി വരും. ഇനി മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി വേറെ വരുന്നതുവരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, പ്രകാശ് ജാവേദ്കർജി ഈ ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ കാണുകയോ ഇത്തരമൊരു മാറ്റർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. ചർച്ച ഡൽഹിയിൽ വെച്ച്. വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഗോകുലം ഗോപാലനും അതുപോലെ ചില മരമുറി കേസിലെ ആളുകളും അതുപോലെ വിദേശത്ത് പോയിട്ട് വലിയൊരു മുതലാളിയുടെ വീട്ടിൽ ചർച്ച നടത്തി അവിടെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് വേറെ ചില ആളുകളാണ്. ശോഭാ സുരേന്ദ്രൻ ആകെ 2 തവണയെ വിദേശത്ത് പോയിട്ടുള്ളൂ. അത് രണ്ടും ബഹ്റൈനിലെ മലയാളികളുടെ പ്രോഗ്രാമിലാണ്. ആ പോയ സമയത്തും ഞാൻ ഹോട്ടലിൽ താമസിച്ചില്ല. കാരണം എനിക്ക് ചുറ്റും ഇത്രയും കഴുകന്മാരുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ ഏതൊരു എയറോഡ്രാമിൽ ചെന്ന് ഇറങ്ങുമ്പോഴും എന്റെ സ്വയം സേവകരെ വിളിക്കും. അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ പോയി താമസിക്കും, അവിടെ ഉറങ്ങും, അവിടെ ഭക്ഷണം കഴിക്കും. അതിനൊക്കെയുള്ള ബുദ്ധിയും നല്ല ബോധ്യവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. ഞാൻ കാണിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത്? കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങൾ എല്ലാവരും കണ്ടു. എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട EP ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. BJPയിലേക്ക് ഒരാൾ വന്നു. എന്റെ വരെ ക്രെഡിബിലിറ്റി, അതായത് ഒരാളെ നമ്മൾ പാർട്ടിക്കകത്തേക്ക് ചേർത്താൻ തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ വലിയ നേതാക്കന്മാരുമായിട്ട് എല്ലാം തീരുമാനിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനിടയിൽ ആ വ്യക്തി പിന്മാറിപ്പോയാൽ അത് വ്യക്തിപരമായിട്ട് എനിക്ക് കൂടി ദോഷമുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ലല്ലോ മാധ്യമ സുഹൃത്തുക്കളോട്. കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിൽ 1-ാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്നെ കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പറയിപ്പിച്ചതാണ്. അത്രയും ഇപ്പൊ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ. ആരാണ് ഈ നന്ദകുമാർ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ പിറകിൽ നടന്ന് പെട്ടിപ്പിടിക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പൊ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറെ ശോഭാ സുരേന്ദ്രനെ കാണണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ആ പദവി ഉള്ളിടത്തോളം വരുന്ന ആൾ ആരാണ് എന്ന് ഞാൻ നോക്കുകയില്ല. അദ്ദേഹവുമായിട്ട് എവിടെയും ഇരുന്ന് എനിക്ക് ചർച്ച നടത്താം. എനിക്ക് BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ സ്വന്തമായിട്ട് ഒരു മുറിയുണ്ട്. പുതിയ ആളുകളെ ചേർത്താൻ വേണ്ടി നമ്മൾ പോയി ഇരുന്ന് ഡിസ്കഷൻ നടത്താനുള്ള ഒരു നമ്പർ റൂം എനിക്കുണ്ട്. ഞാനിത് ഫ്ലെക്സ് ബോർഡ് അടിച്ച് കേരളത്തിൽ വെക്കേണ്ടതായിരുന്നു. ശോഭാ സുരേന്ദ്രന് ഇത്രയും വലിയൊരു പദവി കിട്ടിയിട്ടുണ്ടെന്നും 5-അംഗ കമ്മിറ്റിയിൽ ഒരാളായിരുന്നുവെന്നും ഒക്കെ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലെക്സ് ബോർഡ് വെക്കാമായിരുന്നു, വെച്ചില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ വ്യക്തമായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽ കീഴിലെ മണ്ണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും ബീഡി തെറുത്ത് കിട്ടിയിട്ടുള്ള പണം ശേഖരിച്ചു വെച്ച് മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണന് ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുത്ത തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ, അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ എന്നാണോ ഈ പ്രസ്ഥാനം അന്യായമായി വ്യവഹരിക്കാൻ തുടങ്ങിയത്, എന്നാണോ ഈ പ്രസ്ഥാനത്തിന്റെ ലീഡർ ശ്രീമാൻ പിണറായി വിജയൻ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്, എന്നാണോ ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ കൊട്ടേഷനും റോഡ് പണിയുടെ പാലം പണിയുടെ ഈ കൊട്ടേഷൻ മുഴുവൻ സ്വന്തം മക്കളുടെ ബിനാമി കമ്പനിയായിട്ടുള്ള ഊരാളുങ്കലിന് കൊടുക്കാൻ തുടങ്ങിയത്, എന്നാണോ ഇവിടെ എന്തെങ്കിലും ഒരു 1100 കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ ഒരു കൊല്ലം ഇവിടുത്തെ മനുഷ്യർ വാങ്ങി കഴിക്കുന്നത്,
1100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മരുന്ന് കമ്പനി പ്രവർത്തിക്കാത്തത്? ആ മരുന്ന് കമ്പനി പ്രവർത്തിപ്പിക്കാത്തത് ആരാണ്? അതും ഈ പൈസ, ഈ പൈസയുടെ അഴിമതി പണത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടാണോ, നല്ല ഫാർമസിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ, ടെക്നോളജിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്തരം ഒരു കമ്പനി വരാത്തത്? വരില്ല. വരാതിരിക്കാൻ കാരണം ഈ നാട്ടിൽ ഒരു വികസനവും വേണ്ട, ആകെ വികസിക്കേണ്ടത് സ്വന്തം മക്കൾ മാത്രമാണ് എന്ന് തീരുമാനിച്ച മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നന്ദകുമാർ എന്തെല്ലാം പറയും എന്തെല്ലാം പറയാതിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അത് ശരിയാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ ഒരു അത്യാഹിതമുണ്ടായിട്ട് ഈ 1,90,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ 1 സെന്റ് ഭൂമി അത് 1.25 ഒരാൾ വാങ്ങാൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഇതേ നന്ദകുമാറും ചായ കുടിച്ചുകൊണ്ട് എന്റെ അതേ രോഗം ബാധിച്ച ചേച്ചിയുടെ മകന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഒരുത്തൻ ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയപ്പോ ഇതൊക്കെ എനിക്കൊരു അനുഭവ പാഠമാണ്. അദ്ദേഹം നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയുമില്ല. അദ്ദേഹം ഏതോ ഒരു രേഖയാണ് എടുത്ത് കാണിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ രേഖ അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്. ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ കയ്യിലുള്ള ഭൂമികളുടെ എല്ലാം രേഖ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത 1 സെന്റ് ഭൂമി ശോഭാ സുരേന്ദ്രനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ നിമിഷം ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണ്. അയാൾ പറയുന്ന കഥ നോക്കൂ, അത് അയാൾ പറയുന്ന കഥയാണെന്ന്. അയാൾ പറയുന്ന കഥയാണ്. അങ്ങനെ ഭൂമി പിന്നെ അയാൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഏതോ ആളുകൾ കരാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കരാറിന്റെ കോപ്പി കാണിക്കണ്ടേ? ഒരു കത്തുമില്ല, ഒരു കരാറുമില്ല.